ഇറാനും അമേരിക്കയും ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ചർച്ചകളിലേക്ക് നീങ്ങുമെന്ന് ആണ് മനസ്സിലാക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രിയും ചർച്ച നടത്തി. അതിന് തൊട്ടു പിന്നാലെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ചബാർ തുറമുഖത്തിന്റെ ഉപരോധം നീക്കുക, അതിന്റെ പണി പുനരാരംഭിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നൊരു വാർത്തയാണ് വന്നത്. നമുക്കറിയാം, ഈ 2025 ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഒരു 6 മാസം ഇളവ് നൽകിയിരുന്നു. 6 മാസത്തെ ഇളവ് ഈ ഏപ്രിൽ മാസത്തോടു കൂടി അവസാനിക്കുകയാണ്. ആ ഇളവ് തുടരുക എന്നുള്ളതാണ് ഇന്ത്യ മുൻപോട്ട് വെക്കുന്നത്. ചർച്ചകളിൽ ഇതും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തന്നെ വരും. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ദശലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള ഒരു തുറമുഖമാണ്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ കൂടുതൽ പണമൊന്നും ഇതിനു വേണ്ടി മാറ്റി വെച്ചിരുന്നില്ല. കാരണം ഈ യുദ്ധം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു ബഡ്ജറ്റിൽ അങ്ങനെ ഒരു നീക്കം നടത്തിയത്. ഇത് പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലും മധ്യേഷ്യയിലേക്കും തുറക്കുന്ന ഒരു പാതയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഒപ്പം തന്നെ റഷ്യ, ഇന്ത്യ, ഇറാൻ ഇവർ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ കടന്നു പോകുന്ന ഒരു ഇടം കൂടിയാണ്. അതായത് പാകിസ്ഥാൻ ടച്ച് ചെയ്യാതെ ഇന്ത്യക്ക് ഈ ചരക്കുകൾ എണ്ണയും മറ്റും എത്തിക്കാൻ പറ്റുന്ന ഒരു ഇടം. ഒപ്പം തന്നെ നമ്മുടെ ഈ ഗുജറാത്തിലെ കണ്ടല തുറമുഖത്ത് നിന്ന് 550 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ഒരു തുറമുഖം. എല്ലാം കൊണ്ടും നമുക്ക് നിർണായകമായ ഒരു പ്രദേശം. മധ്യേഷ്യയിലേക്ക് തുറക്കുന്ന ഒരു കവാടം, അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു പോകുന്ന ചരക്കുകളെ നിയന്ത്രിക്കുന്ന ഒരു കവാടം. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ മുതൽമുടക്ക് നടത്തിയിരുന്നു. അതും കൂടി ഈ ചർച്ചകളിൽ ഉൾപ്പെടുത്തുവാനുള്ള ഇന്ത്യയുടെ നീക്കം. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.